ഉദാഹരണം ശരിക്കും യഥാർത്ഥത്തിൽ അവിടെ പറയരുതായിരുന്നു. ഈ ഉദാഹരണം അവിടെ ശരിയായിട്ടില്ല. കാരണം ഞാനതിൽ ഖേദം പ്രകടിപ്പിക്കുകയാണ്. രണ്ട് സമുദായത്തോടും രണ്ട് സമുദായത്തിൻ്റെ നേതാക്കന്മാരോടും ഖേദം പ്രകടിപ്പിക്കും. അല്ല, NSSും SNDPയും പരസ്പരം ഐക്യപ്പെടുന്നതിനോട് ആർക്കും വിരോധമില്ല. ഞാനതിനെ സംബന്ധിച്ചൊരു അതൃപ്തിയും പറഞ്ഞിട്ടില്ല. സാമുദായിക സൗഹൃദങ്ങളും ഐക്യങ്ങളുമൊക്കെ അനിവാര്യമാണ്. പ്രത്യേകിച്ച് ഈ രണ്ട് സംഘടനകളും ഐക്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ അത് അവരുടെ സ്വാതന്ത്ര്യമാണ്, അത് ഐക്യപ്പെടാം. ഐക്യത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. സന്തോഷത്തോടു കൂടിയാണ് അത്തരം നിലപാടുകളെ നമ്മൾ സ്വാഗതം ചെയ്തിട്ടുള്ളത്. പക്ഷേ ആ ഐക്യം അപരമത വിദ്വേഷമാവാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. മറ്റൊരു മതത്തോടുള്ള വെറുപ്പിൻ്റെ പേരിൽ ഐക്യപ്പെടുക എന്നത് നമ്മുടെ രാജ്യത്തെ സാമുദായിക സൗഹൃദം നഷ്ടപ്പെടുന്ന വിധത്തിലാവും. അത്തരം സാമുദായിക സൗഹൃദങ്ങളെ നഷ്ടപ്പെടുത്തുന്ന വിധത്തിലുള്ള വർഗീയ ധ്രുവീകരണങ്ങൾക്ക് ആക്കം കൂട്ടുന്ന വിധത്തിലാവരുത് എന്ന ഒരു താല്പര്യമാണ് നമ്മൾ പ്രകടിപ്പിച്ചത്. അതല്ല, സാമുദായികപരമായി ഞങ്ങളുടെ ഐക്യം മറ്റു മതങ്ങൾക്കെതിരല്ല എന്നുണ്ടെങ്കിൽ അത് വ്യക്തമാവേണ്ടതും അതിൻ്റെ പ്രസ്താവന കൊടുക്കേണ്ടതും അതത് സമുദായ നേതാക്കന്മാരാണ്. ആ വ്യക്തത വരുത്തുന്നതിൻ്റെ ഭാഗമായി ഒരു ഉദാഹരണം സാങ്കല്പികമായിക്കൊണ്ട് ഞാൻ പറഞ്ഞു. അതൊരു നേതാവിൻ്റെ സംഘടനയുടെ മറ്റൊരു സംഘടനയുടെ നേതാവിൻ്റെ മകളെ വിവാഹം ചെയ്തുകൊണ്ട് മാതൃക കാണിക്കണമെന്ന് പറഞ്ഞ പരാമർശം സ്വാഭാവികമായി കൊണ്ടും രണ്ട് വ്യക്തികളിലും അല്ലെങ്കിൽ വിവാഹത്തിലും കേന്ദ്രീകരിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് എല്ലാ ഉദാഹരണങ്ങളും സൂട്ടാകുന്നമെന്നില്ല. ഈ ഉദാഹരണം ശരിക്കും യഥാർത്ഥത്തിൽ അവിടെ പറയരുതായിരുന്നു. ഈ ഉദാഹരണം അവിടെ ശരിയായിട്ടില്ല. കാരണം ഞാനതിൽ ഖേദം പ്രകടിപ്പിക്കുകയാണ്. രണ്ട് സമുദായത്തോടും രണ്ട് സമുദായത്തിൻ്റെ നേതാക്കന്മാരോടും ഖേദം പ്രകടിപ്പിക്കുന്നു. കാരണം ആ ഉദാഹരണത്തെക്കാൾ ഉപരി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാമുദായിക സൗഹൃദമാണ്, മറ്റു മതവിരോധമല്ല എന്നത് പ്രകടിപ്പിക്കാൻ മറ്റു പല ഉദാഹരണങ്ങളും ആകാമായിരുന്നു. അതുകൊണ്ട് ആ ഭാഗം ഞാൻ പിൻവലിക്കുകയാണ്. ഞാൻ ആ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് പരസ്യമായി കൊണ്ട് തന്നെ ഞാൻ അതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു. എന്നാൽ ഞാൻ പറഞ്ഞ വാദം, അല്ലെങ്കിൽ ഞാൻ മാത്രമല്ല, കേരളത്തിലെ അനേകം ആളുകൾ ഉയർത്തുന്ന ഒരു ആശയം, യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത് പരസ്പരം സൗഹൃദങ്ങൾ ഉണ്ടാകുന്നതിൽ ഉപരി ഐക്യങ്ങളും പരസ്പരമുള്ള ധാരണകളും മറ്റു സമുദായങ്ങളോടുള്ള അനൈക്യമായി മാറുന്ന ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടാവരുത് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ആശങ്ക പ്രകടിപ്പിച്ചത്. ആശങ്ക പ്രകടിപ്പിച്ച സമയത്ത് ഒരു ജാഗ്രത കുറവുണ്ടായി എന്നത് ശരിയാണ്. അതുകൊണ്ട് ആ ഭാഗം ഞാൻ പിൻവലിക്കുകയും ഞാൻ ഈ ഭാഗത്ത് ഇതിൽ സാമുദായികപരമായ സൗഹൃദങ്ങൾ NSSും SNDPയും ഉണ്ടാകുന്നത് മറ്റു മതത്തോടുള്ള വിരോധത്തിൻ്റെ പേരിലാവരുത്, അത് നമ്മുടെ സംസ്ഥാനത്ത് വർഗീയ ധ്രുവീകരണങ്ങൾ ഉണ്ടാക്കുന്നു എന്ന ഒരു പരാമർശത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. ഇത്തരം പരാമർശങ്ങളൊക്കെ സ്വാഭാവികമായി കൊണ്ടും ചില പ്രഭാഷകന്മാരും എഴുത്തുകാരൊക്കെ നേരത്തെ തന്നെ ഉയർത്തി കാണിക്കുന്ന ഒരു വിഷയമാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം, മാത്രമല്ല, ഒരു സമുദായത്തിലെ ഇത്തരം പരാമർശം മറ്റൊരു സമുദായ വ്യക്തി പറയുക എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിന് യോജിച്ചൊരു സാംസ്കാരിക തലമല്ല എന്ന് ഞാൻ തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു പരാമർശത്തിൽ എനിക്ക് രണ്ട് സമുദായത്തോടും സൗഹൃദപരമായ ബന്ധങ്ങൾ നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ശൂറ അംഗം കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇസ്ലാമിക് റിപ്പബ്ലിക് വീണ്ടും അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവരികയാണ്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് താങ്കളുടെ ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ വരുന്നത്. ഇത് വലിയ തരത്തിൽ സമൂഹത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണ് അതിനെക്കുറിച്ച് പറയാം? അല്ല, ജമാഅത്തെ ഇസ്ലാമി ഉയർത്തിക്കാണിക്കുന്ന ഇസ്ലാമിക് റിപ്പബ്ലിക്കിനോട് സമസ്തക്ക് യോജിപ്പില്ല. ഇസ്ലാമിക റിപ്പബ്ലിക്കിനോട് പൊതുവെ മുസ്ലിം സമുദായം മാത്രമല്ല, ലോകത്ത് ഇസ്ലാമിക സംഘടനകളെല്ലാം സാധൂകരിക്കപ്പെടും. കാരണം പ്രവാചകന്റെ ഭരണവും ഖലീഫമാരുടെ ഭരണവും ഇസ്ലാമിക് റിപ്പബ്ലിക്കാണ്, അത് അംഗീകരിക്കണം. പക്ഷെ ജമാഅത്തെ ഇസ്ലാമി വിഭാവനം ചെയ്യുന്ന ഇസ്ലാമിക് റിപ്പബ്ലിക്ക് അത് മതരാഷ്ട്രവാദമാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് സിവിൽ കോഡിൽ മാത്രമല്ല, ക്രിമിനൽ കോഡിലുമൊക്കെ ഒരു രാജ്യത്ത് ഇസ്ലാമിക ഭരണം വേണമെന്ന് ഒരിക്കൽ വാദിച്ചവരാണ് ജമാഅത്തെ ഇസ്ലാമി. അതുകൊണ്ട് അവരുടെ മതരാഷ്ട്രവാദവും അല്ലെങ്കിൽ അവരുടെ ഇസ്ലാമിക് റിപ്പബ്ലിക്കും എന്നു വ്യക്തമാക്കേണ്ടത് അവരാണ്. പക്ഷേ ഇസ്ലാമിക റിപ്പബ്ലിക് എന്ന് പറയുന്ന പൊതുവായ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന ഇസ്ലാമിക ഭരണം അത് ലോകത്ത് മാന്യമാണ്, നീതീകരണമാണ്, മാതൃകാപരമാണ്. അതിനെ നിഷേധിക്കാൻ കഴിയില്ല. ജിഫിതങ്ങളൊക്കെ പറയാറുള്ളത് നമ്മുടെ മതപണ്ഡിതർ, നേതാക്കളൊക്കെ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം, മറ്റൊരാൾക്ക് പ്രശ്നം ഉണ്ടാകുന്ന തരത്തിൽ വാക്കുകൾ പ്രയോഗിക്കരുത് എന്നാണ്. അപ്പോൾ താങ്കൾ ഇന്നലെ ഉന്നയിച്ച ആ പറഞ്ഞ രീതി, ആ രീതി ഒരു പക്ഷേ പലർക്കും കൊണ്ടിട്ടുണ്ടാവില്ലേ?
അതൊരു ഒരു മോശം പരാമർശമായിട്ട് തോന്നുന്നില്ല. വ്യക്തമാണ് ജിഫ്രി തങ്ങൾ പറയുന്ന കാര്യം. പറയുന്ന സമയത്ത് ഒരു വ്യക്തത, മറ്റുള്ളവരെ വേദനിപ്പിക്കരുത് എന്നത് സ്വാഭാവികമാണ്. തങ്ങളുടെ ആ ഭാഗം ഞങ്ങളുടെ നേതാവിൻ്റെ നിലപാടാണ്, ഞങ്ങളുടെ സംഘടനയുടെ നിലപാടാണ്. അതുകൊണ്ടാണ് ഞാൻ ഒരു ജാഗ്രത കുറവ് ഇതിലുണ്ടായി. ഉദാഹരണം പറയാൻ പലതുമുണ്ട്. സാമുദായിക സൗഹൃദങ്ങളും സാമുദായിക ബന്ധങ്ങളും പ്രകടിപ്പിക്കാൻ, അത് മുസ്ലിം വിരോധത്തിന്റെ പേരിലല്ല എന്ന് പ്രകടിപ്പിക്കാൻ ധാരാളം ഉദാഹരണങ്ങൾ ഈ നേതാക്കന്മാർ കാണിക്കാവുന്നതാണ്. അത് രണ്ട് നേതാക്കന്മാരുടെ മക്കൾ തമ്മിലുള്ള വിവാഹമായി കാണിക്കണം എന്ന് പറയുന്നത് അതൊരു യോജിച്ച ഉദാഹരണമായില്ല. എല്ലാ ഉദാഹരണവും എല്ലാ സമയത്തും സൂട്ടാവില്ലല്ലോ. ഇത് ഈ ഉദാഹരണം ഈ ഭാഗത്ത് പറഞ്ഞപ്പോൾ ഇതിൽ സൂട്ടായില്ല, അത്രമാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ ഭാഗം ഞാൻ പിൻവലിക്കുന്നു. പക്ഷെ നിലപാട് മുസ്ലിം വിരുദ്ധതയുടെ പേരിലുള്ള ഒരൈക്യമാകുന്നത് ശരിയായിട്ടില്ല. അത് ഈ വിവാദം വെള്ളാപ്പള്ളി നടേശൻ ഉയർത്തിയത് മുസ്ലിം വെറുപ്പാണ്. അതിന് വലിയ സാമുദായിക സൗഹൃദം ഉണ്ടല്ലോ. ഇപ്പൊ NSSും SNDPയും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു തോന്നില്ല. ഒരുപക്ഷെ അവർ ഐക്യത്തെ പിന്തുണക്കും, ഒരുപക്ഷെ എന്നല്ല എല്ലാവരും പിന്തുണക്കും. പക്ഷെ അത് മുസ്ലിം വെറുപ്പിന്റെ പേരിലാവണമെന്ന് NSSും SNDPയുടെ അണികൾ സപ്പോർട്ട് ചെയ്യില്ല എന്ന കാര്യം ഉറപ്പാണ്. അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഈ വൈകിയ വേളയിൽ ഇപ്പൊ സജി ചെറിയാൻ മാപ്പ് പറഞ്ഞിട്ടുണ്ട് പ്രസ്താവനയിൽ. ഒരാളുടെ തിരുത്ത് സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണല്ലോ. മാപ്പ് പറഞ്ഞത് സ്വാഗതാർഹം തന്നെയാണല്ലോ. കാരണം അദ്ദേഹത്തെ പോലുള്ള ആളുകൾ അങ്ങനെ ഒരു പരാമർശം സാമുദായികത നോക്കിക്കൊണ്ട് ജനപ്രതിനിധികളുടെ എണ്ണം കണക്കാക്കുക എന്ന് പറയുന്നത് കേരളത്തിൽ സങ്കല്പിക്കാൻ പോലും പറ്റാത്തതാണ്. ഞങ്ങളൊക്കെ ആ നിലപാടിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞതാണ്. നമ്മുടെ സംസ്ഥാനത്തെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ഏത് മതവിശ്വാസികളും അവരാവാം. സാമുദായിക പാർട്ടി എന്നതിൽ മുസ്ലിം ലീഗിനും മതേതര പാർട്ടി ആയ മറ്റു സംഘടനകൾക്കും അവരുടെ മത താല്പര്യങ്ങളും മതവിശ്വാസികളുടെ അണികളുടെയും നിലപാടും അനുസരിച്ചുകൊണ്ട് അവരുടെ സ്ഥാനാർത്ഥികളെ നിർത്തുന്നതിന് യാതൊരു തെറ്റില്ല. പക്ഷെ അത് വർഗീയമായി കാണേണ്ട യാതൊരു കാര്യമില്ല. കഴിഞ്ഞ ദിവസം പാണക്കാട്ട് നടന്ന പൈതൃക പരിപാടി അത് ഒരു വിഭാഗം മാത്രം നടത്തിയ പരിപാടിയാണെന്ന രീതിയിൽ ആക്ഷേപം വരുന്നുണ്ട്. വീണ്ടും ഈ വിഭാഗീയ പ്രവർത്തനങ്ങൾ അത് ഈ സമസ്ത 100ാം വാർഷികത്തിന്റെ പേരിലൊക്കെ വീണ്ടും തുടങ്ങുകയാണ്. ഇവിടൊക്കെ അത് അവസാനിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിരുന്നു നേതാക്കൾ. അല്ല, സമസ്തയുടെ നേതൃത്വത്തിന് നിലപാട് പറയേണ്ടത് ഞാനല്ല. ഞാൻ ആ സമ്മേളനത്തിൽ ക്ഷണിതാവാണ്. ഞാനിവിടെ പ്രസംഗിച്ചു. എന്നെ ക്ഷണിച്ചത് സംസ്ഥയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന മലപ്പുറം ജില്ലയുടെ സാരഥികളാണ്. അവർ ആ സ്ഥാനത്തിരുന്നു കൊണ്ടാണ് എന്നെ വിളിച്ചത്. അതുകൊണ്ട് ഞാൻ പങ്കെടുത്തു. പക്ഷെ അത് വിഭാഗീയതയാണോ, മറ്റു സംഘടനകൾ നടത്തുന്നത് വിഭാഗീയതയാണോ എന്ന് പറയേണ്ടത് ഞാനല്ല. ഒരു ഉത്തരവാദിത്തപ്പെട്ട നേതൃത്വമുണ്ട്, അതവർ പറയണം. ഇപ്പോഴും ഒരുമിച്ചൊരു വേദിയിൽ ഇരിക്കാൻ പറ്റുന്ന ഈ പ്രശ്നം പരിഹരിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. ഒരു വേദിയിലിരിക്കുന്നതിന് എന്താ തടസ്സം? ഞങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളിലും എല്ലാ സംഘടനകളെയും ഒരുമിച്ചിരിക്കുന്നുണ്ടല്ലോ. നിലപാടുകളുണ്ട്. രണ്ട് പരിപാടിയില്ല, ഒരു പരിപാടിയുള്ളൂ. പൈതൃക സമ്മേളനം ഒന്നേ ഉണ്ടായിട്ടുള്ളൂ, 2 സമ്മേളനം ഉണ്ടായിട്ടില്ല. തങ്ങളുടെ യാത്ര നടന്ന സമയത്തൊക്കെ അതിൽ പാണക്കാട്ട് നിന്ന് കൊടി കൈമാറിയില്ല തുടങ്ങിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. അതൊരു വിഭാഗം മാത്രം നടത്തുന്ന പരിപാടിയാണെന്ന് പറഞ്ഞിരുന്നു. ആ ഒരു പ്രശ്നം തീർക്കാനാണോ അപ്പൊ ഇന്നലെ ഒരു പൈതൃക പരിപാടി വേറെ സെപ്പറേറ്റ് ആണോ? അല്ല, അതിന്റെ വ്യക്തത, കൊടി കൈമാറ്റവുമായി ബന്ധപ്പെട്ട വ്യക്തത ജിഫ്രി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സമസ്തയുടെ മറ്റു നേതാക്കന്മാരും പറഞ്ഞിട്ടുണ്ട്. അതുമായി ഇതിനെ ബന്ധിപ്പിക്കേണ്ട കാര്യമില്ല. സമസ്തയുടെ 100ാം വാർഷിക സമ്മേളനത്തിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി മലപ്പുറം ജില്ല SYS നടത്തിയ സമ്മേളനമാണ് പൈതൃക സമ്മേളനം. പൈതൃക സമ്മേളനം എന്നൊരു പേരിടാനുള്ള കാരണം പാരമ്പര്യത്തെയും പൈതൃകത്തെയും ഉയർത്തി കാണിക്കുന്നതാണ് ഈ പ്രമേയം. ആ പ്രമേയത്തിൽ ഊന്നി നിന്നുകൊണ്ട്, പ്രത്യേകിച്ച് പാണക്കാടാകുമ്പോൾ സംസ്ഥയുടെ ഒരു പാരമ്പര്യം പാണക്കാടുമായി ചേർന്ന് നിൽക്കുക എന്നാണ്. അതുകൊണ്ടാണ് പൈതൃക സമ്മേളനം എന്ന് പേരിട്ടത്. ആ സമ്മേളനത്തെ എല്ലാവരും അംഗീകരിക്കുന്നതാണ്. ആരും അത് ഒരു സംഘടനാ വിരുദ്ധമാണെന്ന് പറയാനും കഴിയില്ല. അതുകൊണ്ട് ഇത് വേറിട്ട സമ്മേളനമല്ല, ചേർന്ന് നിന്ന സമ്മേളനമാണിത്.